രസകരമായ കുറേ കാഴ്ചകളും അനുഭവങ്ങളുമായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് മനസ്സിലായോ? കോട്ടയംകാരാണെങ്കിൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇതെവിടെയാ സ്ഥലമെന്ന്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചൈതന്യ കാർഷിക മേളയിലേക്കാണ് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കാർഷിക മേള കാണാൻ വരുന്നത്. ശരിക്കും അതെന്നെ ഞെട്ടിച്ചു. ഞാൻ വിചാരിച്ചതിലും ഒരു അപ്പുറമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അവിടെ. കാരണം നമ്മുടെ ഒരു പള്ളിപ്പെരുന്നാളിനും ഉത്സവത്തിനൊക്കെ പോകുന്ന പോലെ തന്നെയായിരുന്നു അവിടുത്തെ ആളും ജനങ്ങളും എല്ലാം. വെടിക്കെട്ടില്ലെന്നേ ഉള്ളൂ, ലൈറ്റും കാര്യങ്ങളും എല്ലാം അതുപോലെയായിരുന്നു. ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും കേട്ടോ. ഒരുപാട് കടകളും ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി കാഴ്ചകൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചൈതന്യ പാർക്കിൽ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുമായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കുട്ടികളുമായിട്ട് വരാനും അവർക്ക് കളിക്കാനും ഒരുപാട് ഏരിയ ഉണ്ട്. ഒത്തിരി വെറൈറ്റീസ് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് പിന്നെ ഫ്രീ പാസുമാണ്. നമുക്ക് മുതിർന്നവർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ്. അതുകൊണ്ട് മിക്കപ്പോഴും ഞങ്ങൾ വരാറുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെ ഒരു ലുക്കേ അല്ല കേട്ടോ, ശരിക്കും അവർ ഞെട്ടിച്ചു കളഞ്ഞു. ആ രീതിയിലാണ് അവർ ആ ഒരു പാർക്കിനെ ഈ കാർഷിക മേളയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോഴേ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അവിടെ കാർഷിക മേള ആയതുകൊണ്ട് തന്നെ ഒരുപാട് കായ്കനികൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. നമ്മൾ കണ്ടതാണ് പലതുമെങ്കിലും കാണാത്ത പല കായ്കളും അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ടും അവരെല്ലാം ചെയ്തിരിക്കുന്നു കേട്ടോ. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ ഒരു സെക്ഷൻ കഴിഞ്ഞു, അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ കുറേ പക്ഷികളാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ പക്ഷിമേളയ്ക്കൊക്കെ കോട്ടയത്തൊക്കെ പോയിട്ടുണ്ട്. കുറേ പക്ഷിയും മൃഗങ്ങളെയൊക്കെ കണ്ടു. പക്ഷേ ഉണ്ടല്ലോ അവിടെയുള്ള ഒരു രീതിയേ അല്ല. നല്ല നീറ്റാണ്, നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടാണ് അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയുടെ അകത്ത് വരുന്നുണ്ട്. ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു കാർഷിക മേളയിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കാണാം കുതിരയും ഒട്ടകവും അതുപോലെ എന്താ പറയുക ഫുഡ് സ്റ്റാൾസ് പലയിടത്ത്, അങ്ങനെ ഒത്തിരി കാഴ്ചകൾ. അതിൻ്റെ ഇടയ്ക്ക് അതിവിടെ ഒന്ന് സ്റ്റക്കായിപ്പോയി. എന്താണ് സ്റ്റക്കായത് എന്ന് മനസ്സിലായോ? ഇല്ലേ, ഇപ്പം കാണിച്ചു തരാം. കണ്ടോയേ. ഈ പാമ്പെന്ന് പറയുന്ന സാധനം എൻ്റെ പൊന്ന് ഗൈസ്, എനിക്ക് ഏറ്റവും അറപ്പുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ഫോട്ടോ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ വഴി വരത്തില്ല, ഞാൻ ഓടും. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു സാധനം ഈ കൊച്ചിനെ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു പേടിയില്ല. ഈ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഇത് മാത്രമല്ല, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഫോൺ പകുതി തിരിച്ചരിച്ച് പിടിച്ച് ഞാനിത് എഡിറ്റ് ചെയ്ത പോലും. എന്നെ സംബന്ധിച്ചാൽ എനിക്ക് അത്രയും പേടിയാണ്, അത്രയും അറപ്പുമായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഈ പിള്ളേരൊക്കെ ഇത്രയും ധൈര്യം കാണിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. പിന്നെ ഇതിങ്ങനെ 2-3 സാധനങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഈ 3 സാധനവും വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് 100 രൂപയായിരുന്നു ചാർജ്. പലരും വന്നിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ അടുത്തോട്ട് വരുമ്പോൾ വേണ്ട എന്നുള്ള പേടിച്ചിട്ട് മാറിപ്പോകുന്ന കാഴ്ച കണ്ടത്. പിന്നെ അടുത്തത് ഇത് എൻ്റെ സ്വന്തം അനിയച്ചാരാണ്. അവനും എൻ്റെ കൊച്ചാണ് കയ്യിലിരിക്കുന്നത്. അവർ പാമ്പിനെ എടുത്തു. അത് സത്യം പറഞ്ഞാൽ കടിക്കത്തൊന്നുമില്ല. ആഫ്രിക്കയിൽ നിന്നുള്ളൊരു പാമ്പാണെന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു പേരും പറഞ്ഞു കേട്ടോ, എനിക്ക് മനസ്സിലായില്ല. അപ്പം എന്നാണേലും കാണാനൊക്കെ കൊള്ളാം, വൈറ്റ് കളറിലൊക്കെയാണ്. പക്ഷേ എനിക്ക് ഈ സാധനം ഭയങ്കര പേടിയാണ്. അപ്പം എന്നതാണെങ്കിലും കുറേ പേർക്ക് ഇതിനെയൊക്കെ തൊടാനും പിടിക്കാനും എടുക്കാനും ഒക്കെയുള്ള ഒരു അവസരം ആ ഒരു ചൈതന്യ കാർഷിക മേളയിലൂടെ ഉണ്ടായി. പിന്നെയും നമ്മൾ മുൻപോട്ട് നടന്നു. അവിടെ പിന്നെയും കുറച്ച് എന്തൊക്കെയൊക്കെയോ ജീവികളും കാര്യങ്ങളൊക്കെ അവർ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, പക്ഷേ എന്താണെന്നൊന്നും മനസ്സിലായില്ല.
എന്നാണെങ്കിലും നമ്മളങ്ങനെ അവിടുന്ന് ആ ഒരു ഷോയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. നല്ല ഭംഗിയായിട്ട് കേട്ടോ അവർ ലൈറ്റൊക്കെ ഇട്ടേക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട് അവിടെ. അതിലെല്ലാം ഒന്ന് വിടാതെ അവർ നല്ല ഭംഗിയായിട്ട് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത് കാണുന്ന ആടുകളുടെയും പശുക്കളുടെയും ഒക്കെ ഒരു ഷോയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് ഒരു മണമോ അങ്ങനെ ഒരു ഒന്നുമില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് അവരതെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഒരു ചൈതന്യ കാർഷിക മേള ഇന്നും കൂടിയേ ഉള്ളൂ കോട്ടയത്ത്. ചൈതന്യ പാർക്കെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. കോട്ടയത്ത് നിന്ന് വരുമ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലിന് തൊട്ട് മുൻപായിട്ടാണ് ഈ ഒരു സ്ഥലം. അപ്പം എന്താണെങ്കിലും മിസ്സാക്കേണ്ട ഒരുപാട് കാഴ്ചകൾ കുട്ടികൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്, നമ്മൾ വലിയവർക്ക് വേണ്ടിയും. അപ്പം ഞങ്ങളത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ സാനുകുട്ടിക്ക് കുറേ നാളായിട്ട് പറയുന്നുണ്ട് അവളുടെ പേര് എഴുതിപ്പിച്ച് അവൾക്കൊരു മോതിരം വേണം. അപ്പം നമ്മൾ അങ്ങനെ ഒരു സംഭവം കണ്ടു. അവിടെ വെറും 50 രൂപയുള്ളൂ. 5 മിനിറ്റ് പോലും എടുത്തില്ല ചേട്ടൻ അതൊന്ന് സെറ്റ് ചെയ്ത് തരാം. കൊച്ചിൻ്റെ കൈയുടെ സൈസ് എടുത്തു, വേഗം മോതിരത്തിൽ എഴുതി. പിന്നെ 15 മിനിറ്റ് ഉണങ്ങണം എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം പെട്ടെന്ന് സംഭവം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി തന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഉടനെ മൈലാഞ്ചി കണ്ടു. നമ്മൾ പണ്ടത്തെയൊക്കെ ഒരു മെമ്മറി അവൾ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതും ചെയ്തു കേട്ടോ. അങ്ങനെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഞങ്ങളിങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി. പിന്നെ അതൊരു വലിയൊരു സ്റ്റാളിൻ്റെ തന്നെ ഒരു മേഖലയായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി. എന്നാ പറയുക, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് വേണം പറയാം, അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന ഫോട്ടോസ് അപ്പം തന്നെ അവർ ഫ്രെയിമാക്കി നമ്മുടെ കയ്യിൽ തരും. വെറും 150 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്രെയിംസിൻ്റെ വലിപ്പം അനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്നാ പറയുക, എന്നതാണ് നിങ്ങൾക്ക് വേണ്ടത് വേണ്ടാത്തത് എല്ലാം ഉണ്ട്. തുണിയുണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, അങ്ങനെ എല്ലാം. ബുക്ക് സ്റ്റാള്, ഫുഡ് സ്റ്റാള്, പിന്നെ വലിയൊരു കളിക്കാൻ തന്നെ ആയിട്ടൊരു വലിയൊരു ഏരിയ കുട്ടികൾക്ക്. ഒത്തിരി 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 നേരിട്ട് വന്ന് കാണുക തന്നെ വേണം, എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം ഇന്നും കൂടിയേ കോട്ടയത്തുള്ളൂ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പേയ്മെൻ്റ് ഇല്ല, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കയറാം. പിന്നെ ഈ ഒരു ഐറ്റംസിൽ മാത്രം ഓരോന്നിന് 50 100 ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, അതേ ഉള്ളൂ. അല്ലാണ്ട് നല്ല അടിപൊളിയാണ്. ഒരു നൈറ്റ് ടൈമിലൊക്കെ ആണെങ്കിൽ പൊള്ളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം എന്നാണെങ്കിലും മിസ്സാക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ നേരെ കയറിപ്പോയത് അടുത്തൊരു വഴിയെ കയറിയപ്പോഴത്തേനുമാണ് നമ്മുടെ ചൈതന്യ പാർക്കിൻ്റെ ഒരു പുരാവസ്തു പ്രദർശനം കണ്ടത്. ഇന്ന് വരെ കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള അല്ലെങ്കിൽ അത് ഒരുപാട് ഐറ്റംസ് അതിലുണ്ടായിരുന്നു. കുറേ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ പഴയ കാലത്തെ തൊട്ടുള്ള നോട്ടുകൾ, നാണയങ്ങൾ, പിന്നെ എന്നാ പറയുക, ഒരുപാട് സാധനങ്ങൾ നമ്മൾ പണ്ട് ഉപയോഗിച്ചിട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. റാന്തൽസൊക്കെ പല ടൈപ്പിൽ. പിന്നെ എനിക്കതിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാധനം ഞാൻ കാണിച്ചു തരാവേ. ഇതേ അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്ക്, നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള സാധനം നേരിട്ട് അത് വേറെ എന്തോ സാധനമാണ്, പക്ഷേ ആ ഒരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ എന്നാ പറയുക, ഇതില്ലേ കൈവിലങ്ങ്, പിന്നെ മ്യൂസിക്കൽ ഐറ്റംസ്, പിന്നെ ഇത് ഹെൽമെറ്റ്, ലൈക്ക് നമ്മൾ ഈ യുദ്ധത്തിലൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഫേസ് മാസ്ക് കാര്യങ്ങൾ, അങ്ങനെ എന്താണ്ടൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ. ഇതുണ്ടോ ചാട്ടവാറായി കിടക്കുന്ന ചാട്ടവാർ എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. മലപ്പുറം കത്തി വരെ ഞാനതിൽ കണ്ടു. പിന്നെ ഇത് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെസ്സ് പണ്ടത്തെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ കുറേ ആയുധങ്ങൾ, പഴയകാല ഒമാൻ രാജ്യത്തെ ബെൽറ്റ്, ബ്രിട്ടീഷ് വിലങ്ങ്, വാളിൻ്റെ പിടി, മലപ്പുറം കത്തി, ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പോയതൊരിക്കലും ഒരു നഷ്ടമല്ല. മഴുവൊക്കെ ഉണ്ടോ, ഇതൊക്കെയാണ് മഴു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാവേ. സത്യത്തിൽ ഞാൻ 2 പ്രാവശ്യം ഈ ചൈതന്യ പാർക്കിൽ പോയി. ആദ്യത്തെ പ്രാവശ്യം പോയത് പിള്ളേരുമായിട്ടാണ്, അനിയനും ഒക്കെ ആയിട്ട്. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് ശരിക്കും വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ രണ്ടാമത് വീണ്ടും പോയി എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട്. അപ്പം ഞങ്ങൾ 2 പേരും കൂടി ശരിക്കും ജോളിയായിട്ട് എല്ലാം കണ്ട് അടിച്ച് വിളിച്ച് പോന്നു. അപ്പം അവിടെ വെച്ച് ഞാൻ കണ്ടൊരു കാര്യമാണ് കുറച്ച് മുമ്പ് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു ഷോപ്പ് ഇവർ ഫ്രെയിം, നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസ് അവർ അപ്പം തന്നെ ഫ്രെയിം ചെയ്ത് 150 രൂപയ്ക്ക് നമുക്ക് തരും എന്നുള്ളതാണ് കേട്ടോ. ഒരു അടിപൊളി സർവീസാണ് അവരുടെ. അപ്പം നിങ്ങൾക്ക് ഇനി പോവുകയാണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പിന്നെ കുറേ ഫുഡ് സ്റ്റാൾ കാര്യങ്ങൾ എല്ലായിടത്തും ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ സാധാരണയുള്ള പോലെയുള്ള ആ ഒരു പ്ലേ ഏരിയയിലൊക്കെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തൊരു സാധനമാണ് കൂൺ പായസം ഇതുവരെ കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുടിച്ചതാണ്. നല്ലതായിരുന്നു, പക്ഷേ കുറച്ച്
മധുരം കൂടിയോ എന്നൊരു ഡൗട്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഒട്ടകവും കുതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകാരിക്കൊരു മോഹം, ഒരു കുതിരസവാരി ആയാലോ. അങ്ങനെ കുതിരപ്പുറത്ത് കയറാനുള്ള ശ്രമത്തിലാണ് ആള്. ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അങ്ങനെ കുതിരസവാരിയുടെ ക്ഷീണം തീർക്കാൻ ഞങ്ങൾ നേരെ കുൽക്കി സർബത്തിൻ്റെ അടുത്തേക്കാണ് വിട്ടത് കേട്ടോ. ഒരു അടിപൊളി കുൽക്കി സർബത്തായിരുന്നു. മിൻറ്റ് ഫ്ലേവറാണ് ഞങ്ങൾ മേടിച്ചത് കേട്ടോ. ഈ ചെയ്യുന്ന ചേട്ടൻ ഒരു പൊളിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഞങ്ങൾക്കത് കുൽക്കി സർബത്ത് സെറ്റ് ചെയ്ത് തന്നെ. നമുക്കൊന്ന് കണ്ടാലോ. അടിപൊളി ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതുമൊക്കെ കുറച്ച് നേരം കണ്ട് നിന്ന് പിന്നെ കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ ചൈതന്യ പാർക്കിൻ്റെ മേള അടിപൊളിയായിട്ട് ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.